എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നത്തെക്കുറിച്ച് അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും മാധ്യമങ്ങളുടെ ശ്രദ്ധ അതിൽ വന്നിട്ടുണ്ട്. PVR എന്ന് പറയുന്ന തിയേറ്റർ ശൃംഖല രാജ്യത്തുള്ള അവരുടെ ഒരു സ്ക്രീനിലും മലയാള സിനിമ പ്രദർശിപ്പിക്കില്ല എന്നൊരു നിലപാട് എടുത്തിരിക്കുകയാണ്. ഇത് ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് എറണാകുളത്തെ ഫോറം മോളിൽ അവർക്ക് പുതുതായി തുറക്കുന്ന സ്ക്രീനുകളിൽ VPF വിർച്വൽ പ്രിന്റ് ഫീ അത് സംബന്ധിച്ച് അവരും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായിട്ട് ഒരു തർക്കം ഉടലെടുക്കുകയും ആ തർക്കം പരിഹരിച്ചതിന് ശേഷം മാത്രമേ ഫോറം മോളിൽ സിനിമ സപ്ലൈ ചെയ്യുള്ളൂ എന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു തീരുമാനമെടുത്തു. അപ്പോൾ അവരതിനെ കൗണ്ടർ ചെയ്യുന്നത് ഇന്ത്യയിലുള്ള ഒരു സ്ക്രീനിലും ഒരു മലയാള സിനിമയും പ്രദർശിപ്പിക്കില്ല എന്നൊരു നിലപാട് എടുത്തുകൊണ്ടാണ്. നോക്കൂ, എൻ്റെ അടുത്ത് ബ്ലെസ്സിയുണ്ട്. ഇദ്ദേഹത്തിന് ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള നഷ്ടം അത് ധനപരമായ നഷ്ടം മാത്രമല്ല, അദ്ദേഹം എത്രത്തോളം ബുദ്ധിമുട്ടി, എത്ര നാളത്തെ ശ്രമത്തിന് ഫലമായിട്ടാണ് ആടുജീവിതം പോലെ നമുക്ക് എക്കാലവും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സിനിമ ഉണ്ടാക്കിയതെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് വന്നിരിക്കുന്ന മാനസിക സമ്മർദ്ദം. എൻ്റെ അടുത്ത് വിനീത് ശ്രീനിവാസനുണ്ട്, സൗബിനുണ്ട്, ജിതിനുണ്ട്, ഇവിടെ അൻവറുണ്ട്, വിശാഖുണ്ട്. ഇവരെല്ലാവരും ഇപ്പോൾ മലയാള സിനിമയുടെ ഏറ്റവും നല്ല കാലഘട്ടത്തിൽ ഗംഭീരമായി ഓടുന്ന സിനിമകൾ ചെയ്ത ആളുകളാണ്. ആവേശവും വർഷങ്ങൾക്ക് ശേഷവും ജയ് ഗണേശൻ്റെ ആളുകൾക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. ഇവരുടെ ഒന്നും സിനിമകൾ ഇന്ത്യയിലെ ഒരു PVR സ്ക്രീനിലും അവർ പ്രദർശിപ്പിക്കുന്നില്ല. അതായത് ഒരു തർക്കത്തെ ഒരു കാർട്ടൽ സ്വഭാവം കൊണ്ട് നേരിടാൻ PVR തയ്യാറാവുന്നത് മലയാളിയെക്കുറിച്ചും മലയാള സമൂഹത്തെക്കുറിച്ചും ഏറ്റവും ജനാധിപത്യപരമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് എന്നുള്ള വിശ്വാസത്തെയാണ് അവർ ചൂഷണം ചെയ്യുന്നത്. ഈ പ്രസ്താവന തമിഴ്നാട്ടിലോ കർണാടകയിലോ തെലുങ്കാനയിലോ അവർക്ക് നടത്താൻ ധൈര്യമുണ്ടാവും. നമ്മൾ അത്തരത്തിലുള്ള ഒരു ഭാഷാപരമായ മൗലികവാദത്തിലേക്ക് പോകാത്തവരാണ്. ഇപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്നത് മലയാള സിനിമ പ്രദർശിപ്പിക്കണമെന്നാണ്, അല്ലാതെ മറ്റു ഭാഷകളുടെ സിനിമകളുടെ പ്രദർശനം തടയണമെന്നില്ല. അപ്പോൾ കാർട്ടൽ സ്വഭാവത്തോടു കൂടി ഒരു തിയേറ്റർ ശൃംഖല കേരളത്തിൽ വന്ന് പറയുകയാണ് ഇന്ത്യയിലെ ഒരു സ്ക്രീനിലും മലയാള സിനിമ പ്രദർശിപ്പിക്കില്ല എന്നുള്ളത്. ഇത് ഈ ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ മാത്രം പ്രശ്നമല്ല, മലയാള സിനിമയുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്, മലയാളിയുടെ പ്രശ്നമാണ്. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പൊതുസമൂഹത്തിൽ ഇത് ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മാധ്യമ സമൂഹവും ഈ നിർത്തിവെച്ച ദിവസങ്ങളിലെ കോമ്പൻസേഷൻ, എത്രത്തോളം നഷ്ടം എൻ്റെ ഈ സഹപ്രവർത്തകർക്ക് വന്നിട്ടുണ്ടോ അത് കണക്കാക്കി കൈമാറിയിട്ടല്ലാതെ മലയാളത്തിലെ ഒരു സിനിമയും PVRന്റെ ഒരു സ്ക്രീനിലും സപ്ലൈ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാകില്ല. ഞങ്ങളോടൊപ്പം ഈ വിഷയത്തിൽ നിൽക്കാമെന്നും അങ്ങനെ തന്നെയാണ് അതിൻ്റെ സൊല്യൂഷനെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രേഡ് ഇഷ്യൂ അല്ല ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉന്നയിക്കുന്നത്. ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉന്നയിക്കുന്നത് മലയാളിയായ ഒരു ചലച്ചിത്രകാരൻ മലയാള സിനിമ അതിൻ്റെ ഏറ്റവും മനോഹരമായ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ മലയാള സിനിമയെ തന്നെ തമസ്കരിക്കാനുള്ള ഒരു തിയേറ്റർ ശൃംഖലയുടെ ധാർഷ്ട്യത്തിനെതിരെയാണ് ഈ പത്രസമ്മേളനം. ഞങ്ങൾ മലയാളത്തിലെ ചലച്ചിത്ര പ്രവർത്തകർ ഈ സമരം തെരുവിലേക്ക് വ്യാപിപ്പിക്കും. ഞങ്ങൾ തീർച്ചയായിട്ടും PVR തിയേറ്ററുകൾ, എവിടെയൊക്കെ PVRന്റെ തിയേറ്റർ ഉണ്ടോ അവിടെ ഞങ്ങളുടെ സമരം വ്യാപിപ്പിക്കുന്നതാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ. ഇത് തീർച്ചയായിട്ടും ഇതിൻ്റെ സമയവും ഞങ്ങൾ എവിടെയാണ് ഈ സമരം നടത്താൻ പോകുന്നതെന്നുള്ളത് നിങ്ങളെ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ അറിയിക്കുകയും ചെയ്യും. അത്രയ്ക്ക് അപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് മലയാളികളായ എല്ലാവരും, നമ്മളുടെ പൊതുസമൂഹം, പൊതുജനം ഞങ്ങളോടൊപ്പം നിൽക്കണമെന്നും സിനിമയെ നെഞ്ചോട് ചേർക്കുന്ന പ്രേക്ഷകർ ഞങ്ങളോടൊപ്പം നിൽക്കണമെന്നും ഇത്തരത്തിലുള്ള ധാർഷ്ട്യം കാണിക്കുന്ന, മലയാള വിരുദ്ധത കാണിക്കുന്ന ഈ തിയേറ്റർ ശൃംഖലയെ ഇനിയും സ്വീകരിക്കേണ്ടതുണ്ടോ എന്നുള്ളത് മലയാളത്തിലെ
പ്രബുദ്ധരായ പ്രേക്ഷകർ ആലോചിക്കണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇന്ത്യ മുഴുവനുള്ള മലയാളികൾ ആലോചിക്കണമെന്നുള്ളത് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇതാണ് ഞങ്ങൾക്ക് പ്രാഥമികമായി പറയാനുള്ളത്. ഇനി ഈ വിഷയത്തിൽ അഫക്റ്റഡ് ആയിട്ടുള്ള എല്ലാവരുടെയും പ്രതിനിധി എന്ന നിലയിൽ ബ്ലെസ്സി രണ്ടു വാക്കുകൾ സംസാരിക്കും. നമസ്കാരം. കഴിഞ്ഞ കഴിഞ്ഞ 2 ആഴ്ച കാലമായി ലോകമെമ്പാടും വളരെ നല്ല രീതിയിൽ പ്രദർശനം നടത്തിക്കൊണ്ട് ഇരിക്കുന്ന ഒരു ചിത്രമാണ് ആടുജീവിതം. ഇന്ത്യയിലെമ്പാടും PVRന്റെ മാത്രമായി 100 ചില്ലാനം തിയേറ്ററുകളിൽ ഈ സിനിമ ചെറിയ പെരുന്നാളിൻ്റെ അന്ന് വരെ, അതായത് 10-ാം തീയതി വരെ പ്രദർശിപ്പിക്കുകയും ഹൗസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ അതിൻ്റെ നിർമ്മാതാവ് എന്നുള്ള നിലയിൽ ഒരു നോട്ടീസ് പോലും അയക്കാതെ ഞാൻ 11-ാം തീയതി കളിക്കേണ്ട ഇതിൻ്റെ VPF ചാർജ് ഞാൻ ഒരാഴ്ചയ്ക്ക് മുമ്പ് അഡ്വാൻസ് കൊടുത്തിരിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ, അതായത് എൻ്റെ പണം ഒരാഴ്ചയ്ക്ക് മുമ്പേ അഡ്വാൻസായിട്ട് ഞാൻ കൊടുത്തിട്ട് പോലും അതിനോടൊരു ചെറിയ രീതിയിലൊരു ഫോൺ കോളിൽ പോലും, അല്ലെങ്കിൽ ഞാൻ വിളിക്കുന്ന ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ പോലും തയ്യാറാകാത്ത തരത്തിലുള്ള വലിയൊരു ധാർഷ്ട്യമാണ് ഇതിനോട് എടുത്തിരിക്കുന്നത്. ഞാൻ അവരുടെ അടുത്ത് പിന്നെ വീണ്ടും റിക്വസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഞാൻ കേരളത്തിലെ ഒരു ഇഷ്യൂവിന് കേരളത്തിലെ തിയേറ്ററുകളിൽ എനിക്ക് കളിച്ചില്ലെങ്കിലും സാരമില്ല, കാരണം മദ്രാസിലും ബാംഗ്ലൂരിലും ഉള്ള ഇതര സംസ്ഥാനങ്ങളിൽ എങ്കിലും എൻ്റെ ചിത്രം കളിക്കുന്നതിനുള്ള നിങ്ങളുടെ തിയേറ്റർ തരണം, അനുവദിക്കണമെന്ന് ചോദിച്ചപ്പോൾ പോലും ഇതിനെ മുറുക്കെ പിടിച്ചുകൊണ്ട് എങ്ങനെ ഇവിടുത്തെ തീരുമാനങ്ങളെ അവരുടേതാക്കി മാറ്റാമെന്നുള്ളതിൻ്റെ രീതിയിൽ ആണ് നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു ഭീമകരമായ നഷ്ടമാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ചലച്ചിത്ര പ്രവർത്തകർ മാത്രമല്ല, ഇപ്പോൾ തമിഴ്നാട്ടിൽ ഞാൻ ഇന്നലെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംസാരിച്ചപ്പോൾ അങ്ങനെ എല്ലാ രംഗത്തുള്ള എല്ലാ ചലച്ചിത്ര പ്രവർത്തകരും പ്രേക്ഷകരും ഒരുമിച്ച് നിന്ന് ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായ നടപടികൾ, കാരണം അവർക്ക് യാതൊരു നഷ്ടമുള്ളതല്ല. ഇവിടുത്തെ ഒരു ഇഷ്യൂവിന് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിലെ ഞാൻ പറഞ്ഞ 100 ചില്ലാനം തിയേറ്ററുകൾ നഷ്ടമായി എന്ന് പറയുന്നത്. ചെന്നൈയിൽ ഇപ്പോൾ 3 തിയേറ്ററിലാണ് സിനിമ ഓടുന്നത്. 3 തിയേറ്ററിലും ഇന്നും നാളെ എല്ലാം ഫുള്ളാണ്, ഹൗസ്ഫുള്ളാണ്. പക്ഷേ അവിടെ കൂടുതൽ തിയേറ്ററിൽ ആൾക്കാർ കാണേണ്ടിയ സമയത്താണ്, പ്രത്യേകിച്ച് ഈ വെക്കേഷൻ ടൈമിലാണ്. അപ്പം അതിന് എതിരെ പ്രതികരിക്കുക എന്നുള്ളതാണ് സംഘടനയായി തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ സ്വാഭാവികമായിട്ട് കാണുന്ന ആൾക്കാർക്ക് വരുന്ന ചില ഡൗട്ടുകളുണ്ട്. ഇത് PVR എന്ന് പറയുന്ന ഒരൊറ്റ ശൃംഖലയിൽ മാത്രം ഉള്ളൊരു ഇഷ്യൂ അല്ല. കാരണം PVR ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരുപാട് സ്ക്രീൻസ് ഓൺ ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ പല ഭാഗത്തും. ഐനോക്സ് എന്ന് പറയുന്ന മൾട്ടിപ്ലക്സ് ചെയിൻ ഇപ്പോൾ PVRൻ്റെ കയ്യിലാണ്. അതുപോലെ ഇന്ത്യയുടെ പല ഭാഗത്തുള്ള കുഞ്ഞു തിയേറ്റേഴ്സ് ഇവർ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഈ തിയേറ്റേഴ്സിലൊന്നും നമ്മുടെ സിനിമകൾ ഇപ്പോൾ ഇല്ല. ബ്ലെസ്സി സാറിൻ്റെ സിനിമയില്ല, വർഷങ്ങൾക്ക് ശേഷമില്ല, ആവേശമില്ല, ഇതൊന്നുമില്ല. മഞ്ഞുമൽ ബോയ്സ് ഇല്ല. മഞ്ഞുമൽ ബോയ്സൊക്കെ ഇപ്പോഴും പല സ്ഥലത്തും കളിച്ചു. ജയഗണേഷ് ഇല്ല. ജയഗണേഷിൻ്റെ ആളുകൾ ഇവിടെ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഈ തിയേറ്റേഴ്സ് ഒന്നും നമുക്ക് അവൈലബിൾ ആവുന്നില്ല. ഒരു തിയേറ്റർ ലോയൽറ്റി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് പ്രേക്ഷകന്. അതായത് അവനൊരു തിയേറ്ററിൽ പോകുന്ന സമയത്ത് അവരുടെ വീടിന് തൊട്ടടുത്തുള്ള തിയേറ്റർ ആണെങ്കിൽ അവന് സൗകര്യമാണ്. ഇപ്പോൾ ഫാമിലി ആയിട്ട് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഈവനിങ് ഷോന് അവർ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ ഷോ കഴിഞ്ഞതിന് ശേഷം ഒരു 9-9:30 ആകുമ്പോൾ വീട്ടിൽ തിരിച്ചെത്തണം, മക്കളെ കിടത്തി ഉറക്കണം. ഇങ്ങനെ ഒരുപാട് കൺവീനിയൻസ് നോക്കിയിട്ടാണ് അവരൊരു തിയേറ്റർ പിക്ക് ചെയ്യുന്നത്. പിന്നെ അവിടുത്തെ ബാത്റൂം, അവിടുത്തെ പാർക്കിംഗ്, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ആലോചിച്ചിട്ടാണ് ഒരാൾ തിയേറ്ററിൽ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ഫേവറേറ്റ് തിയേറ്റർ ഉണ്ടാവും. നമ്മുടെ സൗകര്യവും നമ്മൾ ആഗ്രഹിക്കുന്ന ക്വാളിറ്റി ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഒരു തിയേറ്റർ ഉണ്ടാവും. ഈ തിയേറ്റേഴ്സിൽ PVR ഓൺ ചെയ്യുന്ന തിയേറ്റേഴ്സും ഉണ്ടാവും. അപ്പോൾ അത്തരം പ്രേക്ഷകർ നമ്മുടെ സിനിമ കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ അവർക്ക് വരാൻ സാധിക്കില്ല. അവരുടെ ഇൻകൺവീനിയൻസ് കാരണം അവർക്ക് വരാൻ സാധിക്കില്ല. ഈ പ്രേക്ഷകരെ മൊത്തം നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതൊരു വലിയ നഷ്ടം തന്നെയാണ്. കാരണം ഞങ്ങൾ ഹൃദയം എന്ന് പറയുന്ന സിനിമ ചെയ്യുന്ന സമയത്ത് സൺഡേ ലോക്ക്ഡൗൺ ഉണ്ടായ സമയത്ത് തിയേറ്ററുകാർ എത്ര പേര് എന്നെ വിശാഖിനെ വിളിക്കുമായിരുന്നു എന്ന് പറയും. ഓരോ തിയേറ്റേഴ്സും വിളിച്ചിട്ട് പറയും, നിങ്ങൾ OTTക്ക് സൺഡേ ലോക്ക്ഡൗൺ വരുന്നതിന് മുമ്പുള്ള സമയമാണ്, നിങ്ങൾ OTTക്ക് കൊടുക്കരുത്, ഈ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യണം. ഞങ്ങൾ അവരുടെ കൂടെ നിന്നു, പല തിയേറ്റേഴ്സിൻ്റെയും കൂടെ നിന്നു. വിശാഖിന് ട്രിപ്പിൾ പ്രോഫിറ്റ് കിട്ടാനുള്ള OTT ഓഫർ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇപ്പോഴും ഹൃദയം എന്ന് പറയുന്ന സിനിമ തിയേറ്ററിക്കലി കളക്ട് ചെയ്തതിൻ്റെ ട്രിപ്പിൾ
3 മടങ്ങ് എമൗണ്ട് ഞങ്ങൾക്ക് OTT ഓഫർ ഉണ്ടായിരുന്നു. ഞങ്ങൾ കൊടുത്തില്ല. കാരണം അവൻ തിയേറ്റർ ഓണറാണ്, ഞാൻ കലാകാരനാണ്. അപ്പോൾ എനിക്ക് എൻ്റെ സിനിമ തിയേറ്ററിൽ ഓടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അവൻ എന്നെ കൂടെ വന്നു. അപ്പം നമ്മൾ അത്രയും തിയേറ്റേഴ്സിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഞങ്ങളുടെ അടുത്താണ് ഈ ഇതൊരു എന്താ പറയുക, ബ്ലെസ്സിംഗ് സാറൊക്കെ നിങ്ങളെല്ലാവരും വരുന്നതിന് മുമ്പ് അദ്ദേഹം ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് ഇവിടെ സംസാരിച്ചത്. അപ്പോൾ ഇത് PVRന്റെ മാത്രം വിഷയമല്ല. PVR ഓൺ ചെയ്യുന്ന ഒരുപാട് തിയേറ്റേഴ്സ് ഉണ്ട്. ഇവിടെ ഒന്നും നമുക്ക് നമ്മുടെ സിനിമ പ്രദർശിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് വളരെ വേദനയോട് കൂടിയിട്ടാണ് ഞാനത് പറയുന്നത്. ഞാൻ ഇത്രയും സംസാരിക്കാത്ത ആളാണ്. അപ്പോൾ ഈ ഇഷ്യൂ ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇതൊരു പണമുണ്ടാക്കുന്ന ആളുകളിൽ നിന്ന് സംസാരിക്കുന്ന കാര്യമല്ല. ഇത് കുറേ കലാകാരന്മാരുടെ പ്രശ്നമാണ്. അത് ആ രീതിയിൽ തന്നെ പൊതുസമൂഹം എടുക്കണം എന്ന് ഞാൻ പറയുകയാണ്. താങ്ക് യു. എന്നോട് സംസാരിക്കുന്നു. രണ്ട് കാര്യങ്ങളും കൂടി പറയാനുണ്ട്. ഈ വിഷയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇതിനകത്ത് സജീവമായിട്ട് ഇടപെടാം എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ബഹുമാന്യനായ, നമ്മളെല്ലാവരും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ബഹുമാന്യനായ ശ്രീ MA യൂസഫ് അലിയെ ഞങ്ങൾ ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രിമിസസിലാണ് PVRന്റെ സ്ക്രീനുകൾ എറണാകുളത്തും തിരുവനന്തപുരത്തും ഉള്ളത്. അദ്ദേഹവും ഇതിനകത്ത് തീർച്ചയായിട്ടും ഇടപെട്ട് പരിഹാരമുണ്ടാക്കാം എന്ന് പറയുന്നുണ്ട്. എന്ത് പരിഹാരം എപ്പോൾ ഉണ്ടായാലും ഞങ്ങൾ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു, ഈ നഷ്ട ദിവസങ്ങളുടെ കോമ്പൻസേഷൻ ഞങ്ങളുടെ അംഗങ്ങൾക്ക് ലഭിക്കാതെ മലയാള സിനിമ PVRൽ ഉണ്ടാവില്ല. മറ്റൊരു കാര്യം കൂടി പറയാൻ, ബ്ലെസ്സി അത് തുടങ്ങി വെച്ച കാര്യമാണ്. ഞങ്ങളത് ഇന്നലെ തന്നെ ഞങ്ങളുടെ തമിഴ്നാട്ടിലുള്ള, തെലുങ്കാനയിലുള്ള, കന്നഡയിലുള്ള സഹപ്രവർത്തകരുടെ ആയിട്ട് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ആ യൂണിയനുകളുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു, അവിടുത്തെ നിർമ്മാതാക്കളുമായിട്ട് സംസാരിച്ചു. ഇവർക്കൊക്കെ ഒരു ധാരണയുണ്ട്. ഇപ്പോൾ PVR പോലെ ഒരു ശൃംഖലയ്ക്ക് ഒരു ധാരണയുണ്ട്, മലയാള സിനിമ ഇല്ലെങ്കിൽ വേണ്ട. ഇപ്പോൾ അടുത്ത മാസം ഇന്ത്യൻ 2 വരുന്നു, അല്ലെങ്കിൽ പുഷ്പ വരുന്നു. ആ സിനിമയൊക്കെ ഇവിടെ വന്നിട്ട് ഗംഭീരമായിട്ട് കളക്ട് ചെയ്തു പോകും. ഇതിൻ്റെ ഒന്നും മലയാളം വേർഷനും അതുപോലെ തെലുങ്ക് വേർഷനും ഇവിടെ ഈ പ്രശ്നം അഡിക്വേറ്റ്ലി പരിഹരിക്കാതെ പ്രദർശിപ്പിക്കാൻ കഴിയുമെന്ന് അവർ ഉദ്ദേശിക്കേണ്ടത്. അതെല്ലാം ഞങ്ങളുടെ സഹപ്രവർത്തകർ തന്നെയാണ്. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഇന്ത്യയിലെ ചലച്ചിത്ര പ്രവർത്തകർ ഒറ്റ മനസ്സോടെ മലയാളിക്കും മലയാള സിനിമയ്ക്കും ഐക്യദാർഢ്യം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഒപ്പമുണ്ടെന്നുള്ളത് അതീവ സന്തോഷത്തോടു കൂടി ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന ഒരു കാര്യം പ്രദർശിപ്പിക്കാൻ കഴിയില്ല. യൂറോപ്പ് അടക്കമുള്ള മറ്റ് ചാനലുകൾ വഴിയും അവർ കരാറുണ്ട്, ആ കരാറിൽ അവർക്ക് പിന്മാറാൻ കഴിയില്ല എന്നാണ്. ആ സാഹചര്യത്തിൽ PVRനെ എങ്ങനെ കുറ്റം പറയാൻ കഴിയും? താങ്കളെ ഒന്ന് തിരുത്താൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ അസോസിയേഷൻ അല്ല, പ്രൊഡ്യൂസർ അസോസിയേഷനാണ്. ഞങ്ങളത് ഫെഫ്കയാണ്. അപ്പോൾ ഞാൻ അതിനകത്ത് എനിക്ക് അറിവുള്ളൊരു കാര്യം പറയാം. പ്രൊഡ്യൂസേഴ്സ് ഈ VPF എന്ന് പറയുന്ന ഒരു സംഗതി, വെർച്വൽ പ്രിന്റ് ഫീ എന്ന് പറയുന്ന ഒരു സംഗതി ഈ വർഷം അവസാനത്തോടു കൂടി ഇല്ലാതാവാൻ പോകുന്ന ഒരു സംഗതിയാണ്. ഒരു ഹോളിവുഡ് ചിത്രവും, ഇന്ത്യയിൽ പ്രദർശിപ്പിക്കുന്ന ഹോളിവുഡ് ചിത്രവും VPF നൽകുന്നില്ല. വയക്കോം 18 പോലെ ഒരു കമ്പനി VPF നൽകുന്നില്ല. ഇതെല്ലാം നിൽക്കെ വലിയ ഭീമമായ തുക VPF നൽകി ഈ സിനിമകൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നതിൻ്റെ ഒരു പരിഹാരമായിട്ടാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അവരുടെ തന്നെ കണ്ടന്റ് ഉണ്ടാക്കിയത്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അവരോട് പറഞ്ഞത് ആ കണ്ടന്റ് യൂസ് ചെയ്യണമെന്നല്ല, VPF നൽകാം, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നൽകുന്ന ടാരിഫിൽ നൽകാം. 1. 2, ക്യൂബോ UFOയോ ഏത് സർവീസ് പ്രൊവൈഡർ വേണമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തോളൂ. ഞങ്ങൾ VPF നൽകാൻ തയ്യാറല്ല. അതുകൊണ്ട് കണ്ടന്റ് മോണോപ്പൊളി അല്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് VPF എക്സ്പ്ലോയിറ്റേഷനെതിരെയുള്ള ഒരു റെസിസ്റ്റൻസ്. അത് ഒരു കേസ് ടു കേസ് അല്ലേ അത് പരിഹരിക്കേണ്ടത്? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഒരു ബ്ലാങ്കറ്റ് ബാൻ ഉണ്ടാക്കിയിട്ടല്ലല്ലോ അത് പരിഹരിക്കേണ്ടത്. ഫോറം മോളിൽ അതെ നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോറം മോളിലും കോഴിക്കോടുള്ള ഒരു സ്ക്രീനിലുമാണ് ഈ ഇഷ്യൂ. അത് ആ കേസ് അവിടെ നിർത്തിക്കൊണ്ട് പരിഹരിക്കട്ടെ. ബാക്കി ഉള്ളിടത്തെല്ലാം VPF അടച്ച ആളാണ് ഇരിക്കുന്നത്. VPF അടച്ച ആളാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിന് സിനിമ നിർത്തിയതിന്റെ ലോജിക്ക് എന്താ? അത്രയും രൂപ VPF അടച്ച വാലിഡ് VPF അടച്ച ആളാണ് ഇരിക്കുന്നത്. 7,000 രൂപയാണ്, 23,000 രൂപയാണ് അടച്ചിട്ടുള്ളത്. ഇവിടെ അൻവർ റഷീദോ അല്ലെങ്കിൽ വിശാഖോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ VPF അടക്കില്ല എന്ന്? ആരാ പറയും? ഇനി ഞാനൊരു വേറെ കാര്യം ചോദിക്കട്ടെ. ഈ നിർത്തിയതിന് ഒരു മെയിലിലൂടെയെങ്കിലും ഒരു കോളിലൂടെയെങ്കിലും ഈ ഫിലിം മേക്കേഴ്സിനെ അറിയിച്ചിട്ടുണ്ടോ? നാളെ ഒരു ഫെസ്റ്റിവലാണ് നാളെ ആളുകളോട് ആരാ ഉത്തരം പറയാ? കഴിഞ്ഞത് പെരുന്നാളാണ്, വിഷുവാണ് കഴിഞ്ഞത്. ഇവരോട് ഒരു മെയിൽ കൺഫർമേഷൻ, മെയിൽ കൂടി ഒരു അറിയിക്കുന്നു, നിങ്ങളുടെ പടം ഞങ്ങൾ നിർത്തുകയാണ്. അറിയിച്ചിട്ടില്ല.
VPF അടച്ച ആളാണ്. അതാ പറഞ്ഞേ. അത് എന്ത് തരത്തിലുള്ള വാണിജ്യ മര്യാദയാണ്? അല്ല, ഇതിൽ കൂടുതൽ എന്ത് വ്യാഖ്യാനമാണ് വേണ്ടത്? സർ, ബിസിനസ് തർക്കമാണ്. പക്ഷേ ഇത് ബുക്ക് ചെയ്തിരിക്കുന്ന ആളുകള് ഈ സിനിമകൾ നിറഞ്ഞ സദസ്സിൽ കളിക്കുമ്പോൾ ഏകപക്ഷീയമായിട്ട് ഒരു നെഗോഷിയേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പലതവണ പല ധാരണകളിലെത്തുകയും അതിൽ നിന്ന് പിൻവാങ്ങുകയും ഏകപക്ഷീയമായിട്ട് നാളെ മുതൽ കളിക്കുന്നില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നതിനെ എങ്ങനെയാണ് നിങ്ങൾ ന്യായീകരിക്കുക? അല്ല, ഇത് ഞാൻ താങ്കളുടെ ഇതിനകത്ത് രഞ്ജി പറഞ്ഞതിനോട് ഞാനൊന്ന് കൂട്ടിച്ചേർക്കാം. ബിസിനസ് തർക്കം എന്താ? സ്പെസിഫിക് ആയിട്ട് 2 സൈറ്റിനെ കുറിച്ചാണ് ബിസിനസ് തർക്കം. ഒന്ന് ഫോറം മോൾ, ഒന്ന് കോഴിക്കോടുള്ള മിറാഷ് എന്ന് പറയുന്ന തിയേറ്റർ. 2 ബിസിനസ് സൈറ്റിലാണല്ലോ ഈ തർക്കമുള്ളത്. ഈ തർക്കം ഒന്നും മേശാത്ത ഇന്ത്യയിലെ മുഴുവൻ സ്ക്രീനുകളിലും ഞങ്ങൾ മലയാള സിനിമ കളിക്കില്ല എന്ന് പറയുന്നത് കാർട്ടൽ സ്വഭാവത്തോടെ പ്രഷറൈസ് ചെയ്യുന്നത്. എവിടെ ആര് ഉയർത്തി? ഇല്ലല്ലോ. അതെല്ലാം പരിഹരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഓടുന്ന സിനിമ നിർത്തുന്നതാണോ അതോ മേലിൽ ചെയ്യില്ല എന്ന് ഏതാണോ ഒരു ഞങ്ങൾ സാധ്യമായ എല്ലാ ലീഗൽ നടപടിയും സ്വീകരിക്കും. നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാമോ? ഈ PVR എന്ന് പറയുന്ന തിയേറ്റർ ശൃംഖല എഗ്രിമെന്റ് ഒപ്പിട്ട് കൊടുക്കില്ല, കോൺട്രാക്ട് ഇല്ല. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെ കളിക്കാനാ പറയുന്നവർ. ഒരു ട്രാൻസ്പെറൻസി ഇല്ല. അതിന് രേഖയുണ്ട്. ക്യൂബിലല്ലേ അടച്ചിരിക്കുന്നത്, അതിനൊരു രേഖയുണ്ട്. സർ, വളരെ കൃത്യമായ മൊണോപ്പൊളി പ്രാക്ടീസാണ്. ഇന്ത്യയിൽ നിലവിലിരിക്കുന്ന മൊണോപ്പൊളി റെസ്ട്രിക്ഷൻ സംബന്ധിച്ച ഒരു നിയമത്തിന്റെ വെളിച്ചത്തിലും സാധൂകരിക്കപ്പെടാത്ത നിലപാടാണിത്. ഞങ്ങൾക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാം, പക്ഷേ ഈ വിഷയത്തിൽ ഞങ്ങളോട് നിങ്ങൾ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് നിൽക്കണം. ഇത് മലയാളത്തിന്റെ പ്രശ്നമാണ്. അങ്ങനെ അടച്ച് ഒരു സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ അത് പാതി വഴിക്ക് അത് വലിക്കാൻ അല്ലെങ്കിൽ തുടർന്ന് പ്രദർശിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റേതെങ്കിലും ഏജൻസി അവർക്ക് അത്തരമൊരു റൈറ്റ് ഉണ്ടോ ഇല്ലയോ? ലീഗൽ റൈറ്റ് ഇല്ല, ധാർമ്മികമായ റൈറ്റ് ഇല്ല, ഒരു റൈറ്റും ഇല്ല. അതെന്താണ്? ഇതിനകത്ത് ഒരു ചോദ്യത്തിന് പോലും പ്രസക്തി ഇല്ലല്ലോ. ഈ പറയുന്ന കാര്യങ്ങളിൽ എവിടെയാണ് റൈറ്റ് ഉള്ളത്? എന്ത് തരത്തിലുള്ള ധാർമ്മികതയാണ് ഇതിന് മുകളിൽ? സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണമല്ലോ എന്തെങ്കിലും ഒരു നടപടിയിലേക്ക് നീങ്ങുന്നത്. ഇനി ഇതിനൊരു ലീഗൽ കോർട്ടിൽ വെച്ചാണ് പരിഹാരം കാണുന്നതെങ്കിൽ ഇവരുടെ സിനിമ എവിടെ പോകും? ഓരോ ദിവസവും ഓരോ ഷോയിലും നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ? കാണേണ്ട സമയത്ത് ഈ സിനിമ കാണാൻ പറ്റുന്നുണ്ടോ ആളുകൾ? അതിന്റെ ഒരു ഹൈപ്പിൽ നിൽക്കുമ്പോൾ അല്ലാതെ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ലീഗൽ ഇഷ്യൂസ് ഉണ്ട്. സമരം എന്നുള്ളത് ഒരു മോശം നടപടിയല്ലല്ലോ. അത് തുടങ്ങട്ടെ ആദ്യം. സ്വാഭാവികമായ പരിണാമത്തിൽ അത് ഇതിൽ ഏതറ്റം വരെ പോകാമോ ആ അറ്റം വരെ പോകാമെന്നുള്ളതാണല്ലോ ഓപ്ഷൻ. വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. പോകും എന്നുള്ളതിന് വേറെ ഓപ്ഷൻസ് ഇല്ല അക്കാര്യത്തിൽ. ഈ ഇഷ്യൂ വരുമ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ ഇവരെ എല്ലാം കോമ്പൻസേറ്റ് ചെയ്യാതെ മലയാള സിനിമ PVRന്റെ ഒരു സ്ക്രീനിലും ഉണ്ടാവില്ല. 2, അന്യഭാഷാ ചിത്രങ്ങളിലെ വമ്പൻ ചിത്രങ്ങൾ കൊണ്ടുവന്ന് ഇവിടുത്തെ പ്രേക്ഷകരെ ഞങ്ങൾ അങ്ങോട്ട് സ്ക്രീനിലേക്ക് കൊണ്ടുവരുമെന്നും അവർ ധരിക്കണം. അതൊന്നും നടക്കുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം മലയാളത്തിന്റെ പൊതുസമൂഹം ഉണ്ടാവുന്നതിന് ഞങ്ങൾക്കൊരു സംശയമില്ല ഈ കാര്യത്തിൽ. ഇപ്പോഴും ഞങ്ങൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട സംഘടന എന്ന നിലയിൽ ഞങ്ങളുടെ മാന്യതയാണ് ബോയ്ക്കോട്ട് PVR എന്ന് പറഞ്ഞൊരു ഹാഷ്ടാഗ് ഇറക്കാത്തത്. പക്ഷെ അത് ഇറക്കാനൊന്നും ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ളവരല്ല. സുഹൃത്തെ, എന്തിനാണ് നിങ്ങൾ സ്പെക്യുലേറ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്? ഞാൻ പറയുന്നത് എന്താണ്? അതിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല എന്നല്ലേ പറഞ്ഞത്. അപ്പം നിങ്ങൾ ആ സ്പെക്യുലേറ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാതെ നിങ്ങൾക്ക് വേണ്ട എല്ലാ സംശയങ്ങളും പരിഹരിച്ചിട്ടുണ്ട്. താങ്കൾ ഇത്രയും സ്കെപ്റ്റിക്കൽ ആവരുത് ഈ വിഷയത്തിൽ. അല്ല, അത് എന്റെ പ്രശ്നമല്ല, അത് എന്റെ പ്രശ്നമല്ല, അത് നിങ്ങളുടെ പ്രശ്നമാണ്. അല്ല, ആ ചോദ്യങ്ങള് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾ ഉന്നയിച്ച എല്ലാ ചോദ്യത്തിനും മറുപടി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതിന്റെ പരിണാമം എന്തായിരിക്കും, ഇത് എങ്ങനെയാണ് പരിഹരിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത്രമേൽ ഉറപ്പൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഓരോ ദിവസവും ഉള്ള ഡെവലപ്മെന്റ് അഡ്രസ് ചെയ്ത് മുമ്പോട്ട് പോയി അതിനെ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നവർ. ഞങ്ങൾ അറിയിക്കാം. ഞങ്ങൾ ഒന്നുകൂടി യോഗത്തിലേക്ക് പോവുകയാണ്. തന്നെയല്ല, ഇതിനു മുമ്പ് ഇതിനോട് ഇടയ്ക്ക് പലരും ഞങ്ങളെ ബന്ധപ്പെടുന്നുണ്ട് ഇതിന്റെ കാര്യങ്ങൾ പരിഹരിക്കാനായിട്ട്. അപ്പൊ അത് നോക്കിയിട്ട് ഞങ്ങൾ അറിയിക്കാം. എന്താണ്
തീർച്ചയായിട്ടും അറിയിപ്പല്ലേ ഇത്, ധൈര്യമായിട്ട് അത് അറിയിപ്പാണെന്ന് ട്രീറ്റ് ചെയ്തോളൂ ഇതിന്. അല്ല, ഇത് ജനങ്ങളും അറിയണമല്ലോ, ജനങ്ങൾ അറിയണ്ടേ? ഇപ്പോ ഇതൊരു കാര്യമുണ്ടേ, ഇതിനകത്ത് പെട്ടെന്ന് അവർക്ക് തോന്നും ഇത് കോടികൾ നഷ്ടപ്പെടുന്നതിന്റെ വേദനയാണ് ഈ ഞങ്ങൾ ഈ പ്രതിഷേധം. അതൊന്നും അല്ല ഇതിന്റെ പ്രശ്നം. ഇതിന്റെ പ്രശ്നം ഒരു ഫിലിം മേക്കറിന്റെ ആത്മാഭിമാനം എന്ന് പറഞ്ഞ പ്രശ്നമുണ്ട്, മലയാളിയുടെ ആത്മാഭിമാനം എന്ന് പറഞ്ഞ പ്രശ്നമുണ്ട്. അതൊന്നും എത്ര കോടികൾ കിട്ടിയാലും അതിനൊന്നും പരിഹാരമാവില്ല. ഒരു ഫിലിം മേക്കർ ഇദ്ദേഹത്തെ പോലെ ഒരാൾ എന്ന് പറയുന്നത് അദ്ദേഹം എടുത്ത എഫേർട്ടിനെ വെച്ചിട്ടാണ്. എല്ലാ ഫിലിംസിനും അതിൻ്റെതായ സിഗ്നിഫിക്കൻസ് ഉണ്ട്. വളരെ യങ് ആയിട്ടുള്ള ഫിലിം മേക്കറാണ് ആവേശത്തിന്റെ ഡയറക്ടർ ഇവിടെ ഇരിക്കുന്നത്, സൗബിൻ ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ അവിടെ അൻവർ റഷീദ് ഇരിപ്പുണ്ട്. നോക്കൂ എത്ര മെമ്മറബിൾ ആയിട്ടുള്ള സിനിമ തന്നിട്ടുള്ള ആളാണ് അൻവർ. വിശാഖ് അയാൾ വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു നിർമ്മാതാവാണ്. ഇവരൊക്കെ പൈസ മാത്രമാണോ പ്രശ്നം? ഇവര് ഇത്ര പാടുപെട്ട് സ്വപ്നം കണ്ടു നടന്ന ഒരു സിനിമ ആളുകളിലേക്ക് എത്തുന്നില്ലെന്നേ. ചേട്ടാ, ഇതിന്റെ റിലീസിന്റെ തലേ ദിവസമാണ് നമ്മൾ അറിയുന്നത് PVR നമ്മുടെ സിനിമ കളിക്കില്ല എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഒരു പ്രഷർ ആലോചിച്ച് നോക്കിയേ, എല്ലാ സ്ഥലത്തും ആൾക്കാർ എത്ര പേര് മെസ്സേജ് അയക്കാന്ന് പറയും, ചേട്ടാ ഈ തിയേറ്ററിൽ എന്താ സിനിമ ഇല്ലാത്ത, ഈ തിയേറ്ററിൽ എന്താ സിനിമ ഇല്ലാത്ത. നമുക്ക് മറുപടി ഇല്ല. എന്താ പറയാൻ പറ്റുക? നമുക്ക് ഈ റിലീസ് ചെയ്യുന്ന വീക്കെൻഡിലല്ലേ ഏറ്റവും കൂടുതൽ ആൾക്കാർ പടം കാണുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പടം കാണണമെന്നല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുക. അപ്പോൾ തൊട്ട് തലേന്നാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ. തന്നെയല്ല ഈ വിനീത് ഇവിടെ പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ്. ഏറ്റവും ബുദ്ധിമുട്ട് നിറഞ്ഞൊരു കാലഘട്ടത്തിൽ സിനിമ തിയേറ്ററിൽ മാത്രം റിലീസ് ചെയ്ത സംവിധാനമാണ് വിനീത്. തിയേറ്ററിനെ വിശ്വസിച്ച ആളാണ്. അതേപോലെയുള്ള പ്രൊഡ്യൂസറാണ് അവിടെ ഇരിക്കുന്നത്. ഞങ്ങളെല്ലാം തിയേറ്ററിന് വേണ്ടി നിന്നാ. ദിനു തന്നെ എത്രത്തോളം ഡിസ്കഷൻ ഞാൻ വേണ്ടി നടത്തിയിട്ടുണ്ട് OTT പറ്റി. അപ്പോഴെല്ലാം തിയേറ്റർ വ്യവസായം തിരിച്ചു വരുന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളത്. മനോരമ തന്നെ അതാ ഇതാ അദ്ദേഹം പറയുന്നത് 100 കോടി രൂപ തിയേറ്ററിൽ നിന്ന് കിട്ടിയാലല്ല 300 കോടി രൂപ തിയേറ്ററിൽ നിന്ന് കിട്ടിയാലും സാമ്പത്തികമായി അദ്ദേഹം നഷ്ടത്തിലായിരിക്കും. പക്ഷെ അദ്ദേഹത്തിനുള്ള മറ്റൊരു സംതൃപ്തിയുണ്ട്, ഒരു കലാകാരന്റെ സംതൃപ്തിയുണ്ട്. അതും കൂടിയാണ് ഇവിടെ ഭംഗപ്പെട്ടു പോകുന്നത്. സിനിമാ മേഖലയുമായിട്ടുള്ള 2 ഏജൻസികളാണ് തമ്മിലുള്ള തർക്കത്തിൽ മധ്യസ്ഥ അല്ലെങ്കിൽ ഒരു ഇടപെടൽ ഞങ്ങൾ ഫെഫ്കെ ഏജൻസി അല്ലല്ലോ, ഇറ്റ്സ് എ ട്രേഡ് യൂണിയൻ. ഇത് പറഞ്ഞു കഴിഞ്ഞു, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സീനിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. സംസ്ഥാനത്തെ നമ്മുടെ ഇപ്പോഴത്തെ തിയേറ്റേഴ്സിൽ നമുക്കറിയാം എത്രത്തോളം സ്ത്രീകളോടൊന്നും അറിയാം. അവിടെ PVR ഒരു പത്രത്തിന് വെല്ലുവിളി ഉയർത്തുന്ന ഒരു ഘടകമായിട്ട് കരുതുന്നുണ്ടോ? ഇവിടെ മാത്രമല്ലല്ലോ, ഞാൻ പറഞ്ഞല്ലോ 100 ചില്ലാനം തിയേറ്ററുകളിൽ വിനീത് പറഞ്ഞില്ലേ സിംഗിൾ സ്ക്രീൻ. ഇതിന്റെ ഒരു സാമ്പത്തിക കണക്ക് നിങ്ങൾ വിടൂ. നാളെ മുതൽ മലയാള സിനിമ കളിക്കില്ല എന്ന് ഏകപക്ഷീയമായ ഒരു തീരുമാനം എടുക്കുന്നതിൽ ഒരപാകതയും നിങ്ങൾക്ക് തോന്നുന്നില്ലേ? എത്ര സ്ക്രീനുണ്ട്, എത്ര പൈസ ഉണ്ട് എന്നുള്ളത് വിട്ടു. ഏകപക്ഷീയമായിട്ടൊരു തീരുമാനം എടുക്കുകയാണ് നെഗോസിയേഷൻസ് നടക്കുന്നതിനിടയ്ക്ക്.